മോനെ അബൂദർറെ, മോനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ അധികരിപ്പിക്കണം. ഫഇന്നഹ കൻസും മിൻ കുനൂസി തഹ്തൽ അർശ്, അത് അർശിന്റെ ചുവട്ടിൽ ഒരു നിധിയാണ്. ഈ വയല് കഴിഞ്ഞു പോകുമ്പോൾ കമന്റ്, നല്ല വയലട്ടോ പര, ഞാൻ ആദ്യമായിട്ടും വരെ നേരിട്ട് കേൾക്കുന്ന യൂട്യൂബിൽ നിന്ന് കുറേ കേട്ടിട്ടാ, നല്ല പ്രസംഗം മുപ്പര അടുത്ത കൊല്ലം കൊണ്ടുവന്നാലോ. ഈ കമന്റ് കൊണ്ട് ഒരു കാര്യവും എനിക്കും ഉപകാരമില്ല നിങ്ങൾക്കും ഇല്ല. പിന്നെ എന്താണെന്നറിയാം, കുറേ സമയം ഒരു വയല് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ആ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞില്ലേ, ഒരു 10 എണ്ണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ചൊല്ലണ്ടല്ലേ. ഇങ്ങനെ കുറേ വയല് കേട്ടിട്ട് നല്ല അഭിപ്രായം കുറേ അടിച്ചിട്ട് എന്താ കാര്യം, അതിനെ കൊണ്ട് എന്താ ബെനിഫിറ്റ്? എല്ലാ ദിവസവും രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ ഈ ദിക്റിന്റെ മഹത്വം അല്ലേ. അപ്പോൾ ഒരു 10 തവണയെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലിയാലോ, അതൊരു ബർക്കത്തല്ലേ. അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്, എപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. രാവിലത്തെ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിധി വാരിക്കൂട്ടാൻ പറ്റുന്ന സമയമാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത്. ആ സമയം മോനെ നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അൽ അദ്കാർ മിൻ കലാമി സയ്യിദുൽ അബ്റാർ എന്ന നവവി ഇമാമിന്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറയാ, ഇനി നിനക്ക് കുറേ ദിക്റൊന്നും ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ദിക്റെങ്കിലും രാവിലെ നീ ചൊല്ലണം. ഒറ്റൊന്ന് പ്ലീസ്, നവവി ഇമാമിന്റെ ഉപദേശമാണ്. ഒന്നെങ്കിലും ഒരു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി, ഒരു ബിസ്മില്ലാഹില്ലദീ ലാ യദുർ, ഒന്നെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ, ഒന്നെങ്കിലും. അത്രയും ബർക്കത്തുള്ള സമയമാണ് രാവിലെ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എൻ്റെ ഉമ്മത്തിന് രാവിലെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദുആർന്നിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ളയുടെ റുഊസുൽ മസാഇൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുകൊണ്ട് രാവിലെ നിക്കാഹ് വൈകുന്നേരമല്ല, രാവിലെ സുന്നത്ത്. രാവിലെ തുടങ്ങുക, എല്ലാം രാവിലെ ചെയ്യുക. അതിൽ ഭയങ്കര ബർക്കത്തായിരിക്കും. രാവിലെ പഠിക്കാനിരുന്ന് നോക്ക്, ഭയങ്കര ബർക്കത്തായിരിക്കും. രാവിലെ തുടങ്ങുന്ന ഷോപ്പ് വലിയ ബർക്കത്താണ്. രാവിലെ ചെയ്യുന്ന കൃഷി, അടുക്കളപ്പണി, ഇതിലൊക്കെ ബർക്കത്തുണ്ടാവും. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങരുത്. ഷാറാൻ ഇമാമിന് ഭയങ്കര നടുവേദന വന്നപ്പോൾ ഉസ്താദിനോട് പരാതിപ്പെട്ടപ്പോൾ ചോദിച്ചല്ലോ, ഉസ്താദ് രാവിലെ ഉറങ്ങാറുണ്ടോ? ആ, വെള്ളിയാഴ്ച രാവ് കൂടുതൽ സ്വലാത്തൊക്കെ ചൊല്ലി സുബഹി വരെ ഇബാദത്തൊക്കെ ചെയ്ത് എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ പകൽ ഉറങ്ങാറുണ്ട് എന്നാണ്. അത് ഒഴിവാക്കി നോക്ക്, ശരിയാവുന്നാ പറഞ്ഞത്. ഒഴിവാക്കി, ശരിയായി. രാവിലെ ഉറങ്ങരുത്. പ്രവാസികളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതും കൂടിയാണ്. അത് രാവിലെ ഉറങ്ങും, കുറേ ഉറങ്ങും. അങ്ങനെ ഉറങ്ങരുത്. രാവിലെ ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നവരെ ഇൻസ്റ്റഗ്രാമിൽ കളിക്കണം എന്നല്ല. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, രാവിലെ ഒരനാവശ്യ കാര്യത്തിൽ ഏർപ്പെടരുത്. അത് നിധി വാരിക്കൂട്ടാനുള്ള സമയമാണ്. രാവിലെ ബർക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ദിക്റുകളിലും സ്വലാത്തിലുമായി എൻഗേജ് ആവണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇമാം നവവി റഹിമഹുല്ല തൻ്റെ റുഊസുൽ മസാഇൽ പറഞ്ഞ 2 സുന്നത്തൊന്ന് പരിചയപ്പെടുത്തുക. അധികം ആളും നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത 2 സുന്നത്ത് എന്നാണ് മഹാനവറുകൾ അതിനെക്കുറിച്ച് പറയണത്. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്തുള്ള, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തുള്ള സുന്നത്താണ്. ഒന്ന്, അതെന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ചാവണം. കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തക്ബീർ അവസാനിക്കുന്നതും ഒന്നിച്ചായിരിക്കണം. അതെങ്ങനെ? ഇവിടെ എത്തുമ്പോൾ തക്ബീർ തീരണം എന്ന്. കാരണം കൈ ഉയർത്തൽ ഇവിടെ തീർന്നു, ബാക്കി താഴ്ത്തല ഇവിടെ എത്തുമ്പോൾ തീരണം. അതെങ്ങനെ? കൈ ഉയർത്തൽ ഇവിടുന്ന് നമ്മളെ താഴെന്നല്ലേ തുടങ്ങാം, അല്ലാഹു അക്ബർ ഇടുന്ന് തീരുക. കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ച്. കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തക്ബീർ അവസാനിക്കുന്നതും ഒന്നിച്ച്. ബാക്കി ഒന്നുമില്ല. ഇങ്ങനെ ഇതാ അല്ലാഹു അക്ബർ. ഇന്ന് മഗ്രിബിന് വരെ നമ്മൾ എങ്ങനെയായിരിക്കും ചൊല്ലിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അങ്ങനെയായിരിക്കും. നാളെ സുബഹിക്കും നമ്മൾ ചെല്ലാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലാഹു അക്ബർ. പിന്നെ ചിന്തിക്കും, ചേട്ടാ ഇന്നലത്തെ കൈ ഇളക്കാനൊന്നും പറ്റില്ല, ളുഹർ മുതൽ തുടങ്ങിയാൽ മതി. അതാണ് ഒരു സുന്നത്ത്. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്ത് ഇല്ലാത്ത റക്അത്തുകളിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താണ്. അതൊന്നും അവിടെ ഇരുന്നിട്ട് വരിക.
അധികം ആളും ആ സുന്നത്ത് എടുക്കാറില്ല എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിമാം എഴുതി വെക്കുക. അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആ സുന്നത്ത് എടുക്കണം. ഈ 2 സുന്നത്ത് ജീവിതത്തിൽ കൊണ്ട് നടക്കണം. റജബാണ് എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കാനുള്ള മാസാണ്. ബയ്യിൽ സ്വഹീഫതക സൗദാ ഫീ റജബി ബിസ്വാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. തെറ്റുകുറ്റങ്ങൾ കൊണ്ട് കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കാനുള്ള മാസാണ് റജബ്. അള്ളാഹു ഖാജ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തേരുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഹദീസ് പഠിക്കും തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് വർദ്ധിക്കും. അയാളുടെ ഖൽബ് നന്നാകും. ഹദീസിന്റെ അഹ്ലുകാർ ആഖിറത്തിലെത്തുമ്പോൾ പ്രത്യേകമായ പരിഗണന അവരെ കാത്തിരിക്കുന്നുണ്ടാകും. ജീവിതത്തിൽ ചെറിയ ചെറിയ അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെയും മുത്തുനബിയുടെ ടീം എന്ന പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട്. ഹദീസുകൾ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾക്ക് ഹുബ്ബ് ഉണ്ടെങ്കിൽ, മഹബ്ബത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഹദീസുകൾ പഠിക്കുക, അത് ദർസ് നടത്തുക എന്നുള്ളത്. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന ഉണ്ടാവുന്നതാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പതിറ്റാണ്ടുകളായി സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതേപോലെ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുക, ഇൽമിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മുത്തഅല്ലിമിന് ഒരു പേന വാങ്ങിക്കൊടുത്ത് സഹായിക്കലും ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കൻസുൽ ഉമ്മാലിന്റെ മുസന്നിഫ് ഈ വിഷയത്തിന് വേണ്ടി ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്നാൽ 70 മോശം മജ്ലിസിൽ ഇരുന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കും അത്രേ. ഇൽമിന്റെ മജ്ലിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ആ മജ്ലിസ് കഴിഞ്ഞ് പോകുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയും, ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോയിക്കോളി, നിങ്ങളെ ദോഷമൊക്കെ പുറത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണം. ഇൽമിന്റെ മജ്ലിസിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ സ്വർഗപ്പൂന്തോപ്പ് എന്നാണ്. അങ്ങനെ പറയാൻ 5 കാരണങ്ങളുണ്ട്. അൽ ഫുതൂഹാത്തുർ റബ്ബാനിയ അലൽ അദ്കാരി നവവിയിൽ ഇമാം ഇബ്നു അല്ലാൻ റഹിമഹുല്ലാ അത് എഴുതി വെക്കുന്നുണ്ട്. ഒറ്റൊരു കാരണം ഇവിടെ പറയാം. സ്വർഗത്തിൽ എന്ത് ആഗ്രഹിച്ചാലും ലഭിക്കുന്നത് പോലെ ഇൽമിന്റെ മജ്ലിസിൽ എന്ത് ദുആ ചെയ്താലും ലഭിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ഇൽമ പഠിക്കുക, അതിന് താല്പര്യം കാണിക്കുക എന്നുള്ളത് ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ്. വഅന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ ഇലാഹിൽ കാണാം, വഅന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. ഇൽമ പഠിക്കുക, ഇൽമിനെ സ്നേഹിക്കുക എന്നുള്ളത് അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ, അയാൾ ഈമാനോടെ മരിക്കും എന്നുള്ളതിന്റെ തെളിവാണ്. അതാണ് നേരത്തെ ഉസ്താദ് ഞാൻ ഇവിടെ വരുമ്പോൾ കേട്ട ഹദീസ് തന്നെ അതാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ. ഇൽമുമായി ബന്ധം ഉണ്ടാവണം, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. വലാ തകുൻ ഖാമിസ, ഇൽമില്ലാത്ത മുബ്തദിയാവരുത് എന്നും അതിനർത്ഥമുണ്ട്.
അതാണ് ഇബ്നു ഹജർ തങ്ങൾ ഈമാനോടെ മരിക്കുമെന്നുള്ളതിന്റെ അടയാളമാണ് ജീവിതകാലത്ത് കുറെ ഇൽമ പഠിക്കുക എന്ന് പറഞ്ഞ അതേ ഇബ്നു ഹജർ തങ്ങൾ തന്നെ സവാദിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഈമാൻ ഇല്ലാതെ മരിക്കും എന്നുള്ളതിന്റെ നേരത്തെയുള്ള സിഗ്നലാണ്, റെഡ് സിഗ്നലാണ് ബിദ്അത്തുകാരനാവുക എന്നുള്ളത്. ഒരാൾ ബിദ്അത്തുകാരനാവുന്നത് അയാൾ മോശമായി മരിക്കും എന്നുള്ളതിന്റെ തെളിവാണ്, അടയാളമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നമ്മളെ മക്കളെയൊക്കെ മുത്തഅല്ലിമാക്കണം, ഇൽമു പഠിപ്പിക്കണം എന്ന് പറയണത്. ഇല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോ ശിർക്കാകുന്നതാണ്. എന്താ കാരണം? ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതിയ ഒരു മതം രൂപപ്പെട്ടതല്ല. പിന്നെ ഏതോ ഒരുത്തൻ ബിദ്അത്തിന്റെ വീഡിയോ അയച്ചു കൊടുത്തു, ഇയാളും അങ്ങ് മാറിപ്പോയി. തിരിച്ചു മറുപടി കൊടുക്കാൻ മൂപ്പരടുത്ത് ഇൽമില്ല, വകുപ്പില്ല. എന്നാ പിന്നെ നേരത്തെ ഇവിടെ SSF പ്രവർത്തിച്ചു, RSCയിൽ സജീവമായിട്ടുണ്ടെങ്കിൽ കുറെ കിതാബ് ഓതിയിട്ടില്ലെങ്കിലും കുറെ ആലിമീങ്ങളോട് ബന്ധമുണ്ടല്ലോ ചോദ്യം ചോദിക്കാൻ, ആ ബന്ധം ഇയാൾക്കില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതാണ് ഇൽമുമായി നമുക്ക് എപ്പോഴും ബന്ധം ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഹദീസ് പഠിക്കണം. കുറെ ഹദീസ് പഠിച്ചിട്ട് നമ്മൾ ഖബറിലെത്തിയാൽ പ്രത്യേകമായ പരിഗണനയാണ്. ചില മഹാന്മാരൊക്കെ ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ദ്വാരക്കും, ഈ ഹദീസിന്റെ ബർക്കത്തുണ്ട്, ഇന്നാലിന്ന ആവശ്യം എനിക്ക് പൂർത്തിയാക്കി തരണേന്ന്. ഹദീസിനെ തവസ്സുലാക്കി ദ്വാരന്നാല്, ഹദീസ് ക്ലാസ് തവസ്സുലാക്കി ദ്വാരന്നാല് വേഗം പൂർത്തിയാവും. അത്ര സക്കരിയ അൻസ്വാരി തങ്ങളെ കുറിച്ച് ഒരു ഗ്രന്ഥമുണ്ട്, ഫതുഹുൽ ബാരി ഫീ മഖ്തസ്സ ബിഹി സക്കരിയ അൻസ്വാരി എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ കാണാം, സക്കരിയ അൻസ്വാരി തങ്ങൾക്ക് തലവേദന വന്നാൽ ഒരു ഹദീസ് ക്ലാസ്സിലിരിക്കും, തലവേദന മാറാൻ വേണ്ടിയിട്ട്. ഷാറാൻ ഇമാം എന്ന തന്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, ഒരു സബക്കിലിരുന്നാൽ മതി, ക്ലാസ്സിലിരുന്നാൽ മതി, തലവേദന മാറാനാണ്. നമ്മളോ, നീ എന്താ ക്ലാസ്സിലില്ല? ഇല്ല. എന്ത്? ചെറിയൊരു തലവേദന വരുന്ന പോലെ. നമ്മളും അവരും എന്താ ബന്ധം? കണ്ടോ? ഹദീസിനെ വലിയ ഇഷ്ടത്തോടെ സമീപിക്കണം. മുസ്നദ് അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ് ഇവിടെ പറയണത്. മുത്തഅല്ലിമീങ്ങളൊക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് കിതാബുകൾ അടക്കം പറഞ്ഞാൽ അവർക്ക് എളുപ്പാവുമല്ലോ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയണത്. മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര് ജുന്ദുബ് ബിൻ ജുനാദ എന്നാണ്. ദർ എന്ന് പറഞ്ഞ ഉറുമ്പ് എന്ന് ഒരർത്ഥമുണ്ട്. അബൂ ദർ എന്ന് പറഞ്ഞ ഉറുമ്പിന്റെ ഉപ്പാന്നാ. എല്ലാ ദിവസവും രാവിലെ ഉറുമ്പിന് മധുരം ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് മഹാനവറുകൾക്ക്. അങ്ങനെയാണ് ആ പേര് വന്നതെന്ന് അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ ഉണ്ട്. സഹാബിമാർക്ക് പലർക്കും അങ്ങനെ പേരുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ് ശരിക്ക് പേര്, പക്ഷെ നമ്മൾ വിളിക്കല് അബൂ ഹുറൈറ എന്നാണ്. പൂച്ചന്റെ ഉപ്പാന്ന്. പൂച്ചനെ താലോലിക്കും, പൂച്ചനെ ഷോൾഡറിൽ ഇരുത്തും, മടിയിലിരുത്തും. അങ്ങനെ പൂച്ചയോട് വലിയ സ്നേഹമാണ്. അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ പൂച്ചയുണ്ട്. ആയിഷ ബീവിക്ക് സ്വന്തമായി പൂച്ച ഉണ്ട്. മുല്ല അലിയുൽ ഖാരിക്ക് അൽ ബിർറ ഫീ ഹുബ്ബിൽ ഹിർറ എന്ന് പറഞ്ഞിട്ടൊരു കിതാബിനുണ്ട് പൂച്ചനെ കുറിച്ച്. മർജാര ശാസ്ത്രം എന്ന പേരിൽ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ഉസ്താദിനുണ്ട് മലയാളത്തിൽ ഈ വിഷയത്തിൽ ഒരു കൃതി. പൂച്ചക്ക് പരിഗണന നൽകിയത് കൊണ്ട് രക്ഷപ്പെട്ട മഹാന്മാരുടെ ചരിത്രം ഹയാത്തുൽ ഹയവാനിൽ കാണാം. നമ്മളെ കുറിച്ച് ജീവികൾ നല്ല അഭിപ്രായം പറയണം. നമ്മുടെ കൂടെ കുറെ കാലം ഉണ്ടായ പൂച്ചക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവണം. അള്ളാന്റെ അടുത്ത് എത്തിയാലേ ഈ പൂച്ചയും പറയണം നമ്മളെ കുറിച്ച് നല്ല വർത്താനം. അള്ളാഹുവേ, ഈ മറയത്തുണ്ടല്ലോ ഈ സൈനത്തെ എപ്പം മുള്ളു മാത്രമല്ല തരത്തെ, ഇടക്ക് പൊരിച്ചിയും തരാറുണ്ട് എന്നും പൂച്ചക്കൊരു കമന്റ് ഉണ്ടാവണം.
എല്ലാവരെ കുറിച്ചും നമ്മൾ നല്ലത് പറയണം എന്നതോടൊപ്പം തന്നെ എല്ലാവരും നമ്മളെ കുറിച്ചും നല്ല പറയണം. മനുഷ്യന്മാര് മാത്രമല്ല, മനുഷ്യേതര ജീവികൾ. ആ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ, എൻ്റെ ഇഷ്ടക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 7 ഉപദേശങ്ങൾ തന്നു.